മാസം കഴിഞ്ഞിട്ടും ഒരു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച അങ്കലാപ്പുകൾക്ക് അവസാനമായിട്ടില്ല. വോട്ടുകളും ജനങ്ങളുടെ എണ്ണവും തമ്മിൽ ടാലിയാകുന്നില്ല എന്നതാണ് ഇന്നും തീരാത്ത സംശയങ്ങൾക്കുള്ള കാരണം. ഇതായപ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ എത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഏകദേശം 3 മാസത്തിന് ശേഷമാണ് EVMൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് രാജ് താക്കറെ രംഗത്തെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലത്തെ അവിശ്വസനീയം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. തന്റെ പാർട്ടിക്ക് കിട്ടിയ വോട്ടുകൾ കാണാനില്ല എന്ന് പറഞ്ഞ രാജ് താക്കറെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം ലഭിച്ച അജിത് പവാറിന് എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40ലേറെ സീറ്റുകൾ ലഭിച്ചു എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം വെറും 4 മാസത്തിനുള്ളിൽ ജനങ്ങളുടെ അഭിപ്രായം ഇത്രയും പെട്ടെന്ന് മാറി മറിഞ്ഞു എന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം വെറും 4 മാസങ്ങൾക്കുള്ളിൽ ആളുകൾ അവരുടെ അഭിപ്രായം ഇത്രയും പെട്ടെന്ന് മാറിയെന്ന് വിശ്വസിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഇല്ല എന്നും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ പോലും ഇതാണ് തെളിയിക്കുന്നതെന്നും രാജ് താക്കറെ ചൂണ്ടിക്കാട്ടി. 1400ഓളം വോട്ടർമാരുള്ള തന്റെ ഗ്രാമത്തിൽ നിന്നും ഒരു വോട്ട് പോലും MNSന് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ഗ്രാമത്തിൽ നിന്നും രാജ് പാട്ടീലിന് ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല. അതെങ്ങനെ സാധ്യമാകും? രാജ് പാട്ടീലിന് ലഭിക്കേണ്ടിയിരുന്ന 1400 വോട്ടുകളിൽ ഒരു വോട്ട് പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. മുംബൈയിൽ പാർട്ടി യോഗത്തിൽ സംസാരിക്കവേ താക്കറെ വിശദീകരിച്ചത് ഇപ്രകാരമാണ്. മുൻ മഹാരാഷ്ട്ര നിയമസഭയിലെ ഏക MNS MLA ആയ രാജു പാട്ടീൽ താനെ ജില്ലയിലെ കല്യാൺ റൂറലിൽ നിന്നും 2019 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് 13 സീറ്റുകളും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP 8 സീറ്റുകളും നേടിയിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാക്രമം 16, 10 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. മറുവശത്ത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് നേടിയതെങ്കിലും 42 നിയമസഭാ സീറ്റുകൾ കൂടി നേടി. അതെങ്ങനെ സാധ്യമാകും എന്നാണ് MNS മേധാവി ചോദിച്ചത്. സംഗമേനർ മണ്ഡലത്തിൽ പരാജയപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലാസാഹിബ് താറോട്ടിന്റെ ഞെട്ടിക്കുന്ന തോൽവിയെക്കുറിച്ചും താക്കറെ പരാമർശിച്ചു. 70 മുതൽ 80,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തോറാട്ട് നേരത്തെ ജയിച്ചത്. എന്നാൽ ഇത്തവണ 10,000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഒരു RSS നേതാവ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചതായിട്ടും താക്കറെ പരാമർശിച്ചിരുന്നു. MNS നേതാവിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് നേതാവ് തോറോട്ട് EVM ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിപക്ഷവുമായി ഒന്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റ് സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് ജനാധിപത്യം തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ എല്ലാവരും ഒരേ വേദിയിൽ ഒത്തുകൂടണം എന്നാണ് തോറോട്ടിന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും EVMകളെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം രാജ് താക്കറെ തന്റെ പാർട്ടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് BJPയുടെയും സഖ്യകക്ഷിയുടെയും പ്രതികരണം. വിട്ടുമാറാത്ത ഈ സംശയങ്ങൾക്കുള്ള പരിഹാരം ബാലറ്റ് ആണെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുമ്പോഴും അത് നടക്കില്ല എന്ന് കട്ടായം പറയുന്ന സുപ്രീം കോടതിയെയും ഈ നിമിഷത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്.